വസല്ലം തങ്ങളുടെ ഉപദേശം സ്വീകരിക്കലാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ഉപദേശം സ്വീകരിക്കലാണ്. ആ നിലക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം അതൊരിക്കലും ഖളായി പോകാതെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, ഉംറ ചെയ്യേണ്ടതുണ്ട്, കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട്, പ്രായമുള്ളവരെ ആദരിക്കേണ്ടതുണ്ട്, ഉമ്മയെയും ബാപ്പയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും ബാപ്പന്റെ കുടുംബത്തെയും ഉമ്മയുടെ കുടുംബത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവന് ദുആക്ക് ഇജാബത്തില്ല, അവന്റെ പാപങ്ങളല്ല പൊറുക്കുന്നില്ല, അവന്റെ അമലുകളല്ല സ്വീകരിക്കുന്നില്ല. അത് റജബ് 20 ആണെങ്കിലും ശരി, ശഅബാൻ 15 ആണെങ്കിലും ശരി, അല്ല ലൈലത്തുൽ ഖദ്ർ തന്നെയാണെങ്കിലും ശരി, കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല. പലപ്പോഴും സംഘടനാ പ്രവർത്തകന്മാരായി ദീനിന്റെ ഖാദിമീങ്ങളായി രംഗത്ത് വരുന്നവര് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് പരസ്പരം വൈരാഗ്യം വെക്കുന്നവരില്ലേ, പരസ്പരം വിദ്വേഷം വെക്കുന്നവരില്ലേ, പരസ്പരം എതിർക്കുന്നവരില്ലേ, കിട്ടുന്ന സമയത്തൊക്കെ ഒരാള് മറ്റൊരാളെ കുറ്റം പറയുന്നവരില്ലേ, എപ്പോഴും ഒരാള് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവരില്ലേ, എപ്പോഴും മറ്റുള്ളവനെ അവഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, എന്നെ പരിഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണെന്ന ചിന്ത വരാറില്ലേ, അവൻ അവഗണിക്കപ്പെടേണ്ടവനാണെന്ന് തോന്നലുണ്ടാകാറില്ലേ? വാസ്തവത്തിൽ ആരാണ് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവൻ, ആരാണ് റബ്ബിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നവൻ? ഒന്നും അറിയാതെ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ഈ ഒരു ചിന്ത മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ചിന്തയാണ് എന്ന് മാത്രമല്ല, നീ ലക്ഷക്കണക്കിന് റുപ്പിക സംഭാവന കൊടുത്താലും, നീ 24 മണിക്കൂറും പോസ്റ്ററും നോട്ടീസും എടുത്തൊട്ടിക്കാൻ നടന്നാലും സ്വീകരിക്കപ്പെടൂല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു അമൽ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുടെ ഉറവിടം എവിടെയാണ് ചെറുപ്പക്കാരെ? അതെ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. അഥവാ മനുഷ്യന്റെ മനസ്സ് ഭക്തിയുള്ളതാകണം. മനുഷ്യന്റെ മനസ്സ് ഭക്തിയില്ലാതെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും തമ്മിൽ മിണ്ടാതിരുന്നാൽ, 3 ദിവസത്തിലധികം മിണ്ടാതിരുന്നാൽ, ആ മനുഷ്യന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹു ഖബൂൽ ചെയ്യൂല. മലക്കുകളോട് അല്ലാഹു പറയും, അവരുടെ അമലുകൾ പെൻഡിങ്ങിൽ വെക്കൂ. ഹത്താ യസ്തലിഹാ, അവര് രണ്ടാളും ഒന്ന് പരസ്പരം സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് നന്നാകട്ടെ. അത് നന്നാകാത്ത കാലത്തോളം ഇതാ അവരെ അമല് സ്വീകരിക്കണ്ട. പേരോടിന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങളും അവനും തമ്മിൽ ഒരു ചെറിയ തെറ്റില്ലേ, ഒന്ന് സലാം ചൊല്ലി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ അവൻ എന്നോട് ചെയ്ത തെറ്റെനിക്ക് മറക്കാൻ കഴിയൂല, ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂല. അവനോട് ഞാൻ സലാം പറയൂല, അവൻ സലാം ചൊല്ലിയാ ഞാൻ മടക്കൂല, ഞാനും അവനും ഒരു സ്റ്റേജിൽ ഇരിക്കൂല, ഒരു സദസ്സിൽ പങ്കെടുക്കൂല, ഞാനും അവനും കൂടി ഒരു സംഘടനയിൽ ഉണ്ടാകൂല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകളില്ലേ, അതൊന്നും തഖ്വയുള്ള മനസ്സുകളല്ല. ശൈത്താൻ സ്വാധീനം ചെലുത്തിയ മനസ്സുകളാണ്, ഇബ്ലീസ് മുട്ടയിട്ട മനസ്സുകളാണ്. ആ മനസ്സ്
തെറ്റുകളൊക്കെയും കഴുകി വൃത്തിയാക്കി സാലിഹീങ്ങളുടെ ചിന്താഗതിയിലേക്ക്, ഔലിയാക്കളുടെ നയപരിപാടികളിലേക്ക് മനുഷ്യൻ നീങ്ങാൻ ഒരുക്കമുണ്ടെങ്കിലല്ലാതെ മനുഷ്യന് ആത്മീയ പുരോഗതിയില്ലാകട്ടോ. സുഹൃത്തുക്കളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആത്മീയ ചിന്തയുള്ള, ആത്മീയ ബോധമുള്ള ഒരു നേതാവാണ്. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് മറ്റൊരാൾ ഇരുന്ന് കുറ്റം പറയുന്ന ഒരനുഭവമുണ്ടായി. അദ്ദേഹം കുറ്റം പറഞ്ഞതൊക്കെയും മറ്റൊരാൾ എന്ന മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊടുത്തു. നിങ്ങളെ ഇന്ന ഒരാൾ കുറെ ചീത്ത പറയുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തോട് വൈരാഗ്യം തോന്നിയില്ല, വിദ്വേഷം തോന്നിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമല്ലേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ ലിഅഹദിൻ ഫഫഅൽ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, എത്ര തന്നെ നിന്നെ ചീത്ത പറഞ്ഞാലും അവഗണിച്ചാലും അവമതിച്ചാലും കല്ലെറിഞ്ഞാലും മനസ്സിന് വിദ്വേഷമില്ലാതെ പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിച്ചോ അനസേ. കാരണം അതേ അങ്ങനെ ജീവിക്കുക എന്നത് മിൻ സുന്നത്തി, എന്റെ നടപടികളിൽ പെട്ടതാണ്. മൻ അഹ്യാ സുന്നത്തി, എന്റെ നടപടി വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവനെന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന,